ഒരു പരിപാടിയുടെ ഇടയിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് കോള് വന്നു. ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ മോന് കോണിപ്പടിയിൽ നിന്ന് വീണിട്ടുള്ളത്, തീരെ സംസാരിക്കുന്നില്ല, എനിക്കാകെ ബേജാറാകുന്നു. വൈഫായിരിക്കും വിളിക്കുന്നുണ്ടാവും. ഇയാൾ വേഗം പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എവിടെയാണോ നടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇയാളുടെ ബൈക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം പല ബൈക്കും കാറും അലക്ഷ്യമായി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊന്നും നല്ല മനുഷ്യന്മാരല്ല. വന്നത് ആത്മീയ മജ്‌ലിസിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് ബുദ്ധിമുട്ടായല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ ബൈക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിലോ കുറേ കമ്പിയെല്ലാം എടുത്തിട്ടാണ് പോണത്. പിന്നിൽ പോകുന്ന കുറേ ബൈക്കുകാർക്ക് കണ്ണിൽ കുത്തുമോ എന്നുള്ള പേടി. എങ്കിലും ഈ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ എങ്ങനെയാണ് സ്വാലിയാവുക? വളരെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ ഉണ്ടായാൽ തന്നെ, ചില നന്മകൾ ഉണ്ടായാൽ തന്നെ മതി, അത് സ്വാലിയായി. എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടാവരുത്. ഈ ബുദ്ധിമുട്ടാവരുത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിലുള്ള കുട്ടീൻ്റെ പമ്പേഴ്സ് എറിയരുത് എന്ന് മാത്രമല്ല, ഈ വീട്ടിലെ ഷവായിൻ്റെ സ്മെല്ല് ആ വീട്ടുകാർക്ക് പിന്നെ ആസ്വദിച്ച്, അപ്പോൾ ആ വീട്ടിലൊരു ഗർഭിണിക്ക് പൂതി കൂടി ആ വീട്ടുകാരനാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ വകയില്ല, അവർക്കാകെ പ്രയാസമായി. അവൻ നമ്മൾ സ്വാലിയാകുന്നില്ല.